താങ്ക് യു ഓൾ ഫോർ ദ 10,000 സബ്സ്ക്രൈബേഴ്സ്. ഈ ഒരു ചാനലിൽ നമ്മൾ 50ഓളം പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ പോഡ്കാസ്റ്റ് നമ്മൾ ഷൂട്ട് ചെയ്ത് ബാംഗ്ലൂർ വെച്ചിട്ടാണ്. കൈലാഷ് നാഥായിട്ടാണ് ഷൂട്ട് ചെയ്തത്. സെറോദ എന്ന കമ്പനിയിലെ CTO ആണ്. നമ്മൾ ഈ ഷൂട്ട് ചെയ്ത് നിഖിൽ കമ്മത്തിൻ്റെ ഓഫീസ് വെച്ചിട്ടാണ്. നിഖിൽ കമ്മത്ത് ഒരു പോഡ്കാസ്റ്റ് കേൾക്കാത്ത ആരും ഉണ്ടാവില്ലല്ലോ. ആൻഡ് ഇറ്റ്സ് എ ഫാൻ മൂമെൻറ്റ് ഫോർ മീ. അവിടെ വെച്ചിട്ട് നമ്മൾ നിഖിൽ കമ്മത്തിനായിട്ട് നേരിട്ട് മീറ്റ് ചെയ്യാനും ഫോളോ എടുക്കാനും ഒരു അവസരം കിട്ടിയിരുന്നു. പിന്നെ ആ ബാംഗ്ലൂർ വീക്കിൽ നമ്മൾ 6ഓളം പോഡ്കാസ്റ്റ് ചെയ്തിരുന്നു. പിന്നെ നമ്മൾ ചെറിയൊരു മീറ്റപ്പ് നടത്തിയത്, വളരെ ഷോർട്ട് നോട്ടീസ്. അതും 70ഓളം ആൾക്കാരാണ് നമ്മുടെ പോഡ്കാസ്റ്റും നമ്മുടെ മീറ്റപ്പും നമ്മുടെ ആക്ടിവിറ്റി കണ്ടു വന്നത്. ആൻഡ് ലോട്ട് ഓഫ് പീപ്പിൾ ആർ ബിൽഡിംഗ് കൂൾ സ്റ്റഫ്സ് ഓൺ ദി ഇൻ്റർനെറ്റ് ആൻഡ് ലോഞ്ചിങ് ഇറ്റ്, ഗ്രോയിങ് ഇറ്റ്, സ്കെയിലിംഗ് ഇറ്റ് ആൻഡ് ഷെയറിംഗ് ദ സ്റ്റോറീസ്. ഇതൊക്കെ നമ്മൾ സംഭവിക്കുന്നുണ്ട്. ആൻഡ് ബാംഗ്ലൂർ ഐ തിങ്ക് വൺ ഓഫ് ദ മീറ്റപ്സ്, ലാർജസ്റ്റ് മീറ്റപ്സ് ആണ് നമ്മൾ ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് കാണുന്ന ഫസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മുമ്പ് കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിലും മേക്ക് ഷ്യൂർ യു ഷെയർ ദിസ് പോഡ്കാസ്റ്റ്. അത്രയും എഫോർട്ട് ഇട്ട് നമ്മൾ പുട്ട് ചെയ്യുന്ന പോഡ്കാസ്റ്റ് ആണ്. മേക്ക് ഷ്യൂർ യു സബ്സ്ക്രൈബ് ആസ് വെൽ. കാരണം നമുക്ക് ഇനിയും കുറേ കണ്ടന്റ് ഐഡിയാസ് കുറേ പ്ലാൻ ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും മസ്റ്റ് ആയിട്ട് വേണം. സോ താങ്ക് യു ഓൾ, താങ്ക് യു അഗെയിൻ ആൻഡ് മേക്ക് ഷ്യൂർ യു സബ്സ്ക്രൈബ്. ആൻഡ് നൗ ബാക്ക് ടു ദ വീഡിയോ. ഹായ് ഓൾ, വെൽക്കം ടു അനദർ KPH പോഡ്കാസ്റ്റ്. ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് കൈലാഷ് ആണ്. സെറോദയുടെ CTOയും ഡെവലപ്പർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറും കൂടിയാണ്. സോ ഇറ്റ്സ് ബിൻ വെരി ഗുഡ് അഡ്വക്കേറ്റ് അബൌട്ട് ഓപ്പൺ സോഴ്സ് ഇൻ ഇന്ത്യ. സോ വെൽക്കം കൈലാഷ് ടു ദ ഷോ. ഒരു തലയ്ക്കൊരു തട്ട് കിട്ടിയാൽ തീരാവുന്നതേ ഉള്ളൂ. നമ്മളല്ലാതെ മാറുന്ന ഒരവസ്ഥ. അപ്പൊ ആ ഒരു ജീവിതത്തിലാണ് നമ്മളെ ദേഷ്യം, അഹങ്കാരം, അത് ഇത് ആർത്തി എല്ലാം വി തിങ്ക് വി ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്സ്. നിഖിൽ കമ്മത്തിന്റെ പോഡ്കാസ്റ്റ് പോലും കാണാറില്ല? ഞാൻ നിഖിലിന്റെ പോഡ്കാസ്റ്റിന്റെ ഒരു എപ്പിസോഡ് വരെ ഇത് കണ്ടിട്ടില്ല. സീരിയസ്ലി? നിഖിൽ ഇത് കേൾക്കണ്ട. മൈ പ്രൈവറ്റ് ലൈഫ്, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിനെ പറ്റി ഞാൻ പുറത്ത് എവിടെ ഇങ്ങനെ പറയാറില്ല. പക്ഷെ എന്തോ നമ്മൾ ഇങ്ങനെ മലയാളത്തിൽ സംസാരിച്ചും കൊണ്ട് വന്നുപോയി. അങ്ങനെ ജീവിതത്തിൽ എന്താ പറയുക, മെറ്റീരിയൽ ഡിസയേഴ്സ്, വസ്തുക്കളോടുള്ള താങ്ക്ഫുള്ളി അങ്ങനത്തെ ഒരു ഭ്രമമില്ല. ഐ എം താങ്ക്ഫുൾ ഫോർ ദാറ്റ്. നമ്മൾ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് ഡീപ് സീക്കിനെ പറ്റിയാണ് എല്ലായിടത്തും വായിക്കുന്നത്. അതിൻ്റെ സംക്ഷിപ്ത രൂപം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മലയാളീകരിക്കാൻ പറഞ്ഞത് നല്ല വാക്കാണത്. ആ ചോദ്യം മാത്രം ഒരു ഓപ്പൺ സോഴ്സ് ഡെവലപ്പർ എടുത്ത് ചോദിക്കരുത്. അപ്പോൾ നിഖിൽ ഈസ് വാച്ചിങ് ദിസ്, കം ടു ദ എപ്പിസോഡ്. നമുക്ക് ഈ സെയിം ക്വസ്റ്റ്യൻ കൈലാഷിനെ വെച്ച് ചോദിക്കാം.